തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 1-2 ദിവസമായിട്ട് തസ്ബീഹ് നിസ്കാരം പിന്നെ അവിടെ മൊത്തത്തിൽ പലരും ചോദ്യമുണ്ട്. ചില ആളുകൾ ഇത് റമദാനുള്ള നിസ്കാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് തസ്ബീഹ് നിസ്കാരം? അതെ, കാരണം റമദാൻ എന്ന് പറയുമ്പോൾ റമദാൻ തസ്ബീഹ്, റമദാനായി തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ചില ആളുകളൊക്കെ ഒരു ധാരണ പെശകുണ്ട്. എന്ത് റമദാനിൽ തറാവീഹിനെ പോലെ പ്രത്യേക സുന്നത്തുള്ള ഒരു പ്രത്യേക എന്തോ സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അങ്ങനല്ല. തസ്ബീഹ് നിസ്കാരം അതിന് റമദാനെന്നോ റമദാനല്ലാത്ത കാലമൊന്നുമില്ല. അത് അങ്ങനെ മൊത്തത്തിൽ തന്നെ ഏത് സമയത്തും മുത്തലക്കായ ഒരു സുന്നത്തായ നിസ്കാരമാണ്. അല്ലാതെ റമദാനിലുള്ള തറാവീഹിനെ പോലെ ഒരു പ്രത്യേകം സുന്നത്ത് നിസ്കാരമല്ല തസ്ബീഹ് നിസ്കാരം. അത് ആദ്യം തന്നെ ആ സംശയമൊക്കെ ഉന്നയിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ അതിൽ ജമാഅത്ത് സുന്നത്തുണ്ടോ? പിന്നെ അവിടെ വന്നൊരു ചോദ്യമാണ് അതുപോലെ തന്നെയാണ് ഇത് റമദാനിൽ തസ്ബീഹ് നിസ്കാരം നടക്കും ചെയ്യും, അത് ജമാഅത്തൊക്കെ ആയിട്ട് നടക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ 25 രാവൊന്ന് രാത്രിയൊക്കെ ഒന്ന് ഉറക്കൊഴിക്കുക എന്നുള്ളതൊന്നും കൂടി പരിഗണിക്കുമല്ലോ. അപ്പം കുറേ നല്ല ഓത്തുകളും കുറേ ആളുകൾ പിന്നെ സിയാറത്തുകൾ അങ്ങനെ അവനവന് പറ്റാവുന്ന. അപ്പോൾ ആ കൂട്ടത്തിൽ അന്നൊരു തസ്ബീഹ് നിസ്കാരം. അവിടെയും ചില ആളുകൾ റമദാനിലെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമാണെന്നും റമദാൻ 26-ാവിലുള്ളൊരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനല്ല, അത് മൊത്തത്തിൽ സുന്നത്താണ്. റമദാനിലോ അല്ലാത്തപ്പോഴോ ആകാം. പിന്നെ റമദാനിൽ തന്നെ ഏത് രാത്രിയും ആകാം, പകലും ആകാം. അങ്ങനൊന്നുമില്ല. 27-ന് നമ്മൾ ആ രാത്രി പ്രത്യേകമായിട്ടൊക്കെ എല്ലാവരും പലതും നന്മ ചെയ്യുന്ന കൂട്ടത്തിൽ തസ്ബീഹ് നിസ്കാരം ഒന്നും ഉണ്ടായിക്കോട്ടെ. കിതാബുകളിൽ ഒരുപാട് ഫളീലത്ത് പറഞ്ഞ നിസ്കാരമാണ് ഏത് സുന്നസ്കാരം. നമ്മളെ ഫത്തുൽ മുഈനിലൊക്കെ കാണാലോ, വലാ യത്റുഖുഹ ഇല്ല മുത്തഹാവിനും ബിദ്ദീൻ. ദീനുകൊണ്ട് ദീനിനെ തീരെ പരിഗണിക്കാത്ത ആൾക്കാരെ അതിന് ഒഴിവാക്കുള്ളൂ. ദീനിനെ പരിഗണിക്കുന്ന ആളുകൾ ഓരെന്താകൂല, ഏറ്റവും ചുരുങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബീഹ് നിസ്കാരമൊക്കെ നടക്കണം, തീരെ നടക്കാതെ പോരുത്. അപ്പോൾ ആ ഒരു ഗുണത്തിൽ ഈ മനുഷ്യന്മാർ പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് പള്ളിക്കൽ ഉസ്താദുമാരൊക്കെ ഒരു സൗകര്യമാക്കണതാണ്. ഏതായാലും 27-ന് കുറച്ച് ആൾക്കാർക്ക് ഉറക്കമൊഴിക്കും, എന്നാൽ ഒരു തസ്ബീഹ് നിസ്കാരമെങ്കിലും നടന്നോട്ടെ എന്ന്. അതല്ലാതെ 27-ന് പ്രത്യേകമോ റമദാനിൽ പ്രത്യേകമോ അല്ല. പിന്നെ തസ്ബീഹ് നിസ്കാരത്തിൽ ഇപ്പോൾ ചോദിച്ചേ അതുപോലെ ജമാഅത്തിൽ സുന്നത്തുണ്ടോന്നാ. തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമല്ല. ഏത് തസ്ബീഹ് നിസ്കാരം? ഫത്തുൽ മുഈനിൽ കിസ്മുൻ ലാ തുസന്നു ഫീഹിൽ ജമാഅത്ത് എന്നുള്ളിടത്താണ് ഏത് കൂട്ടുന്നത്, തസ്ബീഹ് നിസ്കാരം കൂട്ടുന്നത്. അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് അങ്ങനെ പ്രത്യേകം സുന്നത്തില്ല. അതേ സമയത്ത് പിന്നെ അവിടെ ജമാഅത്ത് സുന്നത്തില്ലെങ്കിൽ ഇപ്പോൾ ഈ പള്ളിയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടല്ലോ, ജമാഅത്തായിട്ട് നടക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. കാരണം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിലും ജമാഅത്ത് നടന്നു എന്ന് വെച്ചിട്ട് വിരോധമൊന്നുമില്ല, പ്രത്യേകം മത്ലൂബല്ല. അതേ സമയത്ത് ഇപ്പം ഈ തസ്ബീഹ് നിസ്കാരമൊക്കെ പല ആളുകൾക്കും താലീം ലക്ഷ്യം ഉണ്ടാവും, പഠിപ്പിച്ചു കൊടുക്കൽ. തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു റക്കായത്തിൽ തന്നെ 75ഓളം തസ്ബീഹ് പ്രത്യേകം പറയണ്ടല്ലോ. ഒരു റക്കായത്തിൽ ഫാത്തിഹ 5 തസ്ബീഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ പിന്നെ റുക്കൂയിൽ, ഇഅ്തിദാലിൽ, പിന്നെ സുജൂദിൽ, രണ്ടാമത്തെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ, പിന്നെ ഒരു റക്കായത്ത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോരുമ്പം ഒരു ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തുണ്ട്. അതൊന്നിപ്പോൾ പലരും കാണലില്ല. ഏത് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഒറ്റ പോക്കണ് പോരുകയാണല്ലോ ചെയ്യുക. ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലും തസ്ബീഹ് ഉണ്ട്. അവിടെയൊക്കെ 10, ഫാത്തിഹ കഴിഞ്ഞിട്ട് 15, ഇങ്ങനെല്ലാം കൂടിയും കൂട്ടി പിന്നെ എത്രത്തോളം തസ്ബീഹ് വരുന്ന നിസ്കാരം. അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് സ്വലാത്തു തസ്ബീഹ് എന്ന് പറയുന്നത്. പക്ഷേ ആ നിസ്കാരം അപ്പം ചില ജനങ്ങൾക്ക് ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യമാകുമ്പോൾ അതിനൊക്കെ വേണ്ടി ജമാഅത്ത് സംഘടിപ്പിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജമാഅത്ത് സുന്നത്ത് അതിൽ തേടപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് വല്ല ഗുണങ്ങളോ മറ്റൊക്കെ ഉണ്ടാണ് ജമാഅത്ത് നടക്കുന്നതിനും വിരോധമല്ല. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇപ്പോൾ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം അത് സുന്നത്തില്ലല്ലോ, ജമാഅത്ത് സുന്നത്തില്ലല്ലോ. എതിരി തഹജ്ജുദ് നിസ്കാരത്തിൽ. ആ സമയത്ത് ചില സഹാബത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ തഹജ്ജുദിൽ പങ്കെടുത്തു എന്നാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നൊരു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ഈ രാത്രി നിസ്കാരത്തിൽ കൂടി, അതിൽ കൂടി കുഴങ്ങി. എന്താ കാര്യം? നീണ്ട ഖിറാഅത്ത്, സുജൂദും അങ്ങനെ നീണ്ട്, റുക്കൂവും നീണ്ട്, ഇങ്ങനെ നീണ്ട ഹത്താ ഹമംതു ബി അംരി സൗഇൻ. ഞാനൊരു ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യം ചിന്തിച്ചു പോയി.
അപ്പോൾ തീല വമാ ഹമംത എന്തെങ്കിലും ആലോചിച്ചു എന്ന് ആൾക്കാർ ചോദിക്കുമല്ലോ. അതെ അതെ നിസ്കാരത്തിലത്. അപ്പോൾ അള്ളാഹ് റസൂലിൻ്റെ കൂടെ രാത്രി കൂടിയതാണ്, പോലീശ വിചാരിച്ചൊപ്പം കൂടിയതാണ്. അതെ പക്ഷെ അന്ന് റസൂൽ ആ ഫോണ് നീണ്ട ഓത്ത. അതെ അപ്പോൾ മൂപ്പര് ഞാൻ ആലോചിക്കാൻ പാടില്ലാന്ന് ഞാൻ ആലോചിച്ചു പോയി. സഹാബത്താണ് സാധാ അവസ്ഥയിലൊക്കെ ഓലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ചു ചോദിച്ചപ്പം മൂപ്പര് പറയാം ഞാൻ മോഹിച്ചു. മൂപ്പര് ഒന്ന് റസൂൽ ജലസ വദാ, റസൂല് പിന്നെ ഇത് ഒന്ന് ഇരുന്ന് നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് മോഹിച്ചു പോയി, എന്ന് ഇത് നിർത്തി കിട്ടിയെങ്കിൽ നമ്മളെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ദിക്റും ദുആയൊക്കെ ഇങ്ങനെ മജ്‌ലിസ് നടക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ തറാവിയൊക്കെ പേരും സ്പീഡാണല്ലോ, ഇത്ര ആണ്ടിയോ ഇല്ല. അപ്പം അത് ഈ രാത്രി നിസ്കാരത്തിലാണ്, രാത്രി തഹജ്ജുദിലൊക്കെയാണ് ഇപ്പോൾ മൂപ്പരെ കൂടി. അതുപോലെ തന്നെ ഹുദൈഫത്തൊന്നും ഒരിക്കൽ മറ്റൊരു സഹാബി റസൂലിനെ കൂടെ കൂടി, നീണ്ട ചരിത്ര ഹദീസിൽ കാണാലോ, അതിൽ കാണാലോ പിന്നെ ഫാത്തിഹ കഴിഞ്ഞു ഇഫ്തഹൽ ബഖറ, റസൂൽ ഏത് തുടങ്ങി? ബക്കറ സൂറത്ത് തുടങ്ങി, അൽ ബക്കറ. മൂപ്പര് കരുതുന്നുണ്ട് അൽ ബക്കറ ഓതിയ റസൂലൊരു കുറച്ചൊക്കെ ഒരു 5-10 ആയത്തൊക്കെ ഓതിയാണ്ട് റുക്കൂക്ക് ഇങ്ങനൊക്കെ ഒരു പതിവുണ്ടല്ലോ, ഇല്ല പോവുക തന്നെയാണ്. അപ്പോൾ മൂപ്പര് കരുതി 100 ആയത്തായാൽ 100 എണ്ണാണല്ലോ റുക്കൂക്ക് പോകുമെന്ന്. അപ്പോൾ 100 ആയപ്പോൾ ഇത് നിർത്തണില്ല റസൂൽ. ഇപ്പോൾ റസൂലിനെ കൂടെ നിസ്കാരത്തിൽ തുടർന്നതാണ് മുത്തലക്കായ സുന്നത്തിൽ. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിലാണ് ഈ സ്വഹാബി തുടർന്നത്. അപ്പോൾ അതിൻ്റെ കഥ പറയാണ്. 100 ആയത്തായാൽ റസൂൽ ഒന്ന് നിർത്തുന്നു. ഇപ്പോൾ ഈ സ്വഹാബിക്ക് എന്താ പണി? നിസ്കാരത്തിൽ കരുതുന്നത് റസൂൽ എപ്പോഴാണ് പോവുക വരിക എന്നുള്ള കരുതുകയാണ്. ഇതൊക്കെ സ്വഹാബത്തിൻ്റെ ഉള്ളതാണ്. 100 നിന്നില്ല. അതിൽ മൂപ്പര് വിട്ട് ഇഞ്ഞത് പൂർത്തിയാക്കി എന്നെ ഈ കരന്ന് ഏത് അൽബക്കറ ഫമത റസൂൽ മുന്നോട്ട് ഓത് തന്നെ. എന്നാൽ സ്പീഡ് നമ്മളെ തറാവിൻ്റെ ഇമാം ഒരു ഓതുനായിട്ട് ഓതണമില്ല, ഒരു മുത്തറത്തിലായ ഒരു മിതായിട്ട് ഓതണു, അങ്ങനെ ഓതുന്നത്. അങ്ങനെ ഓതി എന്നാൽ അപ്പോൾ മൂപ്പര് ഒരു കരുതി അൽബക്കറ തീർന്നാൽ റുക്കൂക്ക് പോകുന്നു. പിന്നെ ആക്കണ് ആലുംറാൻ അടുത്ത സൂറത്തേക്ക് പോയി. ഇതെല്ലാം കൂടി പോയി. പിന്നെ നിസാഹ്, ഇതെല്ലാം കഴിഞ്ഞ് മൂപ്പരിഞ്ഞ് സുജൂദക്ക് ഈ റുക്കൂക്ക് പിന്നെ റസൂല് പോയി. റുക്കൂക്ക് പോയപ്പോൾ റുക്കൂയിലാക്കണം നീണ്ട റുക്കൂവ്, പിന്നെ ഇത്തിദാൽ ചെറിയ രൂപത്തിലൊക്കെ തന്നെ, സുജൂദക്കൊന്ന് നീണ്ട സുജൂദ്. മൂപ്പരും പറയുന്നുണ്ട് മൂപ്പരപ്പോൾ പണിതാ ഇപ്പം നിർത്തും കരുതുന്നു. അപ്പോൾ അത് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് നിസ്കാരമാണ്. പക്ഷേ ജമാഅത്ത് സുന്നത്ത് തേടപ്പെട്ടതല്ല അത്. എന്നാൽ അവർ പങ്കെടുത്തു. അപ്പോൾ റസൂൽ അതിനെ നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇമാമിങ്ങൾ ആ ചർച്ചയിലൊക്കെ പറയുന്നുണ്ട്, നമ്മളെ ഫിഖഹിൻ്റെ കിതാബിലും കാണാം, ജമാഅത്ത് മത്ലൂബല്ല. അതേസമയത്ത് നടന്നു വിചാരിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് ഇങ്ങനെ മസ്ലഹത്ത് ഇപ്പോൾ തസ്ബീഹ് നിസ്കാരം പോലൊക്കെ ഒറ്റക്കാൾ പല ആളുകൾക്ക് നിസ്കരിച്ചുണ്ടാക്കാനൊക്കെ പ്രയാസമുണ്ടാവും. അപ്പോൾ ഒരാൾ മുന്നിട്ട് നിന്നാൽ നിസ്കരിച്ചു കൊടുത്താൽ സൗകര്യമാവുമല്ലോ, അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജമാഅത്ത് അടിസ്ഥാനപരമായി തസ്ബീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. പക്ഷേ എങ്ങനെ മറ്റാളുകൾക്കൊരു സഹകരണത്തിനും ഇനി എല്ലാവരും കൂടിയാലേ നടക്കുള്ളൂ. ഒറ്റക്കൊന്ന് തസ്ബീഹ് നിസ്കരിക്കാമെന്ന് കരുതി നിന്ന് നടക്കൂല. 25,000 25 1,000 എവിടെയെങ്കിലും കൂടിയിട്ട് നടക്കുകയാണെങ്കിൽ നടക്കും. അങ്ങനെയൊക്കെ നടന്ന് കിട്ടുകയാണെങ്കിലും വേണ്ടിയില്ല. ആ രൂപത്തിലൊക്കെ സംഘടിപ്പിച്ചതാണേന് കുഴപ്പമില്ല. അതാണ് അതിൽ ആ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊരു സംശയമായിട്ട് വന്നുള്ളത്, തസ്ബീഹ് നിസ്കാരത്തിൽ ഫുള്ള് തസ്ബീഹ് തന്നെയാണല്ലോ ഇപ്പോൾ ചെല്ലുന്നത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് തസ്ബീഹ് മറന്നുപോയി. അപ്പോൾ എന്താ ചെയ്യുക? അത് മറക്കുമല്ലോ. നമ്മളിപ്പം ഈ തസ്ബീഹൊക്കെ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ് നിസ്കാരമൊക്കെ തുടങ്ങി, ചിലപ്പോൾ പിന്നെ തുടങ്ങി സാധാ ഇതില്ല, ഇത്രത്തോളം തസ്ബീഹ് ഇല്ലാത്ത നിസ്കാരമല്ല സാധാ പോരുന്നത്. പെട്ടെന്ന് നമ്മൾ ഈ നിസ്കാരത്തിൽ നിന്ന് സാധാ നിസ്കാരത്തിലാണ് പോകും. ഇതിപ്പോൾ ഈത്തിദാലിലോ റുക്കൂലൊക്കെ ചെല്ലണമല്ലോ. റുക്കുവൊക്കെ ഇപ്പോൾ നമ്മൾ സാധാ സുബ്ഹാനല്ലാഹ് 3 വട്ടം ചെല്ലി പിന്നെ ഇങ്ങോട്ട് പോരല്ലേ. അപ്പോൾ നമ്മൾ തസ്ബീഹ് നിസ്കാരത്തിലാണെങ്കിൽ ചിലപ്പോൾ മറന്നാണ്ട് ഇങ്ങോട്ട് ഒന്നും മറന്ന് മറ്റേക്കൊക്കെ പോരും, സാധാരണയാണ്. ഇപ്പം ഈ പെരുന്നാൾ ഇനിയിപ്പം നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ വരുന്നേ, പെരുന്നാളിന് നമ്മൾക്കുണ്ടല്ലോ ഈ തെക്കിബീറുകൾ. ഉസ്താദുമാരൻ്റെ മുന്നേ ഒന്നിട്ട് പറയും 1 റക്അത്ത് ഇത്ര തെക്കിബീറുണ്ട് 2-ലുണ്ട് എന്ന്. ഈ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരനെ ചിലപ്പോൾ എന്താവും മറക്കും. അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ തസ്ബീഹ് മറന്നാൽ മറ്റൊരു പിന്നെ ഇതിൽ വെച്ചിട്ട് നമുക്ക് പൂർത്തിയാക്കിയാൽ മതി, റക്അത്തിലോ. അപ്പം ഉദാഹരണമായിട്ട് റുക്കൂയിൽ മറന്നു, റുക്കൂയിൽ നമ്മൾ ഈ തസ്ബീഹുകൾ മറന്നു, എന്നാൽ ഞാൻ അടുത്ത ഈത്തിദാലാണ്. പക്ഷേ ഈത്തിദാലിൽ അത് വീട്ടരുത്, കാരണം ഈത്തിദാൽ ചുരുക്കി ചെയ്യണ ഒരു റുക്കിനാണല്ലോ. സുജൂദിൽ ചെയ്യാം. അപ്പോൾ സുജൂദിൽ നമുക്ക് 10-20 ആവും. ഇനി ഒന്നാമത്തെ സുജൂദിന് മറന്നു, സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ ചെയ്യണ്ട, അത് ചെറുതാക്കി ചെയ്യണതാണ്. രണ്ടാമത്തെ സുജൂദ് ചെയ്യാം. ഇങ്ങനെ ഇനിയിപ്പം അതേസമയത്ത് റുക്കൂവിൽ മറന്നു,
ഈത്തിദാലിൽ ഇവന് ഓർമ്മ വന്നു തസ്ബീഹ് മറന്നല്ലോ, അത് കരുതിയിട്ട് റുക്കൂക്ക് മടങ്ങരുത്. ആ അങ്ങനെയുണ്ട്. അതൊക്കെ നമ്മളെ സാധാ ഫത്തുൽ മീലൊക്കെ പറയണ്ടല്ലോ ഈ ഭാരത്തിൽ. ആ വലവ് തദക്കറ ഫിൽ ഈത്തിദാലി തെർക്ക തസ്ബീഹാത്തി റുക്കൂയി, റുക്കൂവിൻ്റെ തസ്ബീഹുകൾ മറന്നു എന്ന് ഈത്തിദാലി ഓർമ്മ വന്നു. നല്ലം യജുസുൽ ഔദു ഇലൈഹി, റുക്കൂക്കനെ മടങ്ങാൻ പറ്റൂല. വലാ ഫീരുഹ ഫിൽ ഈത്തിദാലി, ഈത്തിദാലി ചെയ്യാനും പറ്റൂല ആ തസ്ബീഹുകൾ. കാരണം ഈത്തിദാലി ലഅന്നഹു റുക്കുനും കസീറുൻ, ചുരുക്കി ചെയ്യണ റുക്കിനാണ്. ബൽ യഅതി ബിഹ ഫി സുജൂദി, സുജൂദിൽ ഓൻ എന്താക്കിയെടുക്കുക, അത് മടക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തസ്ബീഹ് മറന്നാൽ പിന്നെ അടുത്തതിൽ ചെയ്യുക, റുക്കു ഈ ഈത്തിദാലിലും സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിലൊന്നും ചെയ്യരുത്, അതാ ശ്രദ്ധിക്കേണ്ടത്. വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, 4 റക്അത്ത് ഒരുമിച്ച് തന്നെ നിസ്കരിക്കണോ തസ്ബീഹ് നിസ്കാരം, അതോ 2 റക്അത്ത് നിസ്കരിക്കുക പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക? തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. അത് 2 രൂപത്തിൽ നിസ്കരിക്കുക. ഫത്തുൽ മീലൊക്കെ പറയുന്നുണ്ട്, വി തസ്ലീമത്തിൻ ഔ വി തസ്ലീമത്തൈനി. 2 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടുക. അപ്പോൾ ബി തസ്ലീമത്തിൻ ആകുമ്പോൾ 4 റക്അത്ത് മൊത്തം ഒറ്റ സലാം കിട്ടല്, അപ്പോൾ 4 റക്അത്ത്. അല്ലെങ്കിൽ ഔ ബി തസ്ലീമത്തൈനി, 2 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച്, ഇങ്ങനെ രണ്ടും പറ്റും. അപ്പോൾ പകലാണെങ്കിൽ അവിടെ ഇമാമിങ്ങൾ പറയും 4 റക്അത്തും മൊത്തം നിസ്കരിക്കുക. രാത്രിയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം കിട്ടുക പിന്നെ 2 റക്അത്ത്. കാരണം ഹദീസിൽ വന്നല്ലോ സലാത്തുൽ ലൈലി മസ്നാ മസ്നാ, രാത്രി നിസ്കാരം 2 റക്അത്ത് ആകലാണ് നല്ലത്. അങ്ങനത്തെ സുന്നത്ത് നിസ്കാരമൊക്കെ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ നല്ല 2 നിലക്കും ചെയ്യാം. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഈ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കെങ്കിലോ, അതപ്പോൾ ഈ റമദാനിലൊക്കെ വരുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ കമാലിയത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ അതതിലൊക്കെ. ഈ ഇമാമികൾ തന്നെ പറയും കുറച്ച് തസ്ബീഹൊക്കെ ചൊല്ലി അങ്ങനെയൊക്കെ അതിന് പരിഗണിച്ചാലും അത് ആകടതായി, എന്നാലും അതിനെ പരിഗണിച്ച് അമലൊന്ന് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഫളീലത്താണ്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത് ഇങ്ങനെയാണ്. അല്ലാതെ ഈ റമദാനിൽ മാത്രമുള്ള നിസ്കാരമോ അല്ലെങ്കിൽ 27,000 പ്രത്യേകമുള്ള നിസ്കാരമോ അങ്ങനെയൊന്നുമില്ല. ജമാഅത്ത് പ്രത്യേകം തറാവീനെ പോലെ സുന്നത്തുള്ള നിസ്കാരമൊന്നും അല്ല. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്.